അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് സ്വാഗതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ദഖല റമളാനു ഫുത്തിഹത്ത് അബ്വാബുൽ ജന്നത്തി വഗുല്ലിഖത്ത് അബ്വാബു ജഹന്നമ വസുഫിദത്തി ശയാത്തീൻ. റമദാൻ മാസം കടന്നു വന്നാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുകയും പിശാചുക്കൾ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ റമദാനിൻ്റെ ആഗമനത്തോടുകൂടി നമ്മൾ കൂടുതൽ ജാഗരൂകരാവുകയും റമദാനിൻ്റെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതം കൂടുതൽ ശുദ്ധീകരിക്കുന്നതിന്, കൂടുതൽ സംസ്കരിക്കുന്നതിന് നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റമളാൻ ഒരാളുടെ മേൽ കടന്നു വരികയും എന്നാൽ ഒന്നും സംഭവിക്കാതെ, അവനിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകാതെ ആ റമളാൻ അവനിൽ നിന്ന് കടന്നു പോവുകയും ചെയ്തു. അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് സഹായകമായ ഒരു ജീവിതം നയിക്കാനാകാതെ റമളാൻ അവനോട് വിട ചൊല്ലിയാൽ റഹിമ അൻഫുഹു, അവൻ്റെ കാര്യം കഷ്ടമാണ് എന്നാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ റമളാനിൻ്റെ ആഗമനത്തോടുകൂടി സ്വർഗ കവാടങ്ങൾ തുറക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ തുറക്കുന്നതിന് സഹായകമായ ഒരു പുനഃപരിശോധന, ഒരു കർമ്മനയം നമ്മുടെ ജീവിതത്തിൽ കൈക്കൊള്ളുക എന്നുള്ളത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. എനിക്ക് അനുകൂലമായി സ്വർഗ കവാടങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി തുറന്നുകൊണ്ടിരിക്കുകയാണോ, അതല്ല ഞാൻ തുറന്നുകൊണ്ടിരിക്കുന്നത് നരക കവാടങ്ങളാണോ എന്ന് നമ്മൾ റമദാനിലെ ഓരോ നിമിഷത്തിലും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഞാൻ എനിക്ക് വേണ്ടി നരക കവാടങ്ങൾ അടയ്ക്കുന്നുണ്ടോ? നരക കവാടങ്ങൾ എൻ്റെ മേൽ എനിക്ക് നേരെ അടയ്ക്കപ്പെടുന്നതിന് സഹായകമായ തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നതിന് ഈ റമളാൻ ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ഇഹ്തിസാബ്, മുഹാസബ, സ്വയം വിചാരണ നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ കമ്മിൻ സ്വാഇമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലമ, എത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പിലൂടെ അവർക്ക് വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ നിർഭാഗ്യവാന്മാരുടെ ഗണത്തിലാണ് നമ്മൾ പെടുക. അതിനെ തൊട്ട് പടച്ച തമ്പുരാൻ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിൽ നിന്ന്, നമ്മുടെ ജീവിത വിശുദ്ധിയിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് നമ്മളോട് കൂടെയുണ്ട്. എല്ലാ മനുഷ്യനോടും കൂടെ കരീനായിട്ട്, സന്തത സഹചാരിയായിട്ട് ശൈത്വാനുണ്ട്, പിശാചുണ്ട്. ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദമി ഫളയ്യിഖു സബീലഹു ബിസ്സിയാം. ഒരു മനുഷ്യരിൽ നിന്ന് അവൻ്റെ ശരീരത്തിൽ രക്തം എവിടെയെല്ലാം സഞ്ചരിക്കുന്നുണ്ടോ അവിടെയെല്ലാം പിശാച്, ശൈത്വാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ പിശാചിൻ്റെ സഞ്ചാരമാർഗത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ നിങ്ങൾ കുടുസാക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ പിശാച് എത്രത്തോളം നമ്മെ സ്വാധീനിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് ഉണ്ടാക്കുന്നതിന്, വാക്കുകളാകട്ടെ പ്രവർത്തികളാകട്ടെ അത് സംഭവിപ്പിക്കുന്നതിന് പിശാച് എത്രത്തോളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള പിശാചിൻ്റെ സ്വാധീന ശക്തിയാണ് അവിടെ ഈ ഹദീസിലൂടെ അനാവരണം ചെയ്യുന്നത്. അവിടെ പിശാചിൻ്റെ സ്വാധീനത്തെ, അതായത് ശാരീരിക ഇച്ഛകൾക്ക് വിധേയപ്പെടുന്നതിലൂടെ, ആസ്വാദനങ്ങൾക്ക് പിന്നാലെ പോകുന്നതിലൂടെ, അള്ളാഹുവിനെ വിസ്മരിച്ചുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്നതിലൂടെ പിശാചിന് വഴിപ്പെടുന്ന ആ ഒരു കർമ്മനയം, ആ ഒരു ജീവിത രീതി, അത് വെടിഞ്ഞുകൊണ്ട് സ്വർഗ കവാടങ്ങൾ നമുക്ക് നേരെ തുറക്കാൻ എപ്പോഴും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ സിയാമ്, നോമ്പ് എന്ന് പറയുന്നത് റമദാൻ മാസത്തിൽ ആഹാരപാനീയങ്ങളും ശാരീരിക ബന്ധവും ഉപേക്ഷിച്ചുകൊണ്ടുള്ള സാങ്കേതികമായ സിയാമ്,
സൗമ്, നോമ്പ്, വ്രതമനുഷ്ഠിക്കൽ റമദാൻ മാസത്തിലാണെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം എപ്പോഴും എവിടെയായിരുന്നാലും സൗമിൽ അധിഷ്ഠിതമാണ്, സിയാമിൽ അധിഷ്ഠിതമാണ്. സിയാമ് എന്ന് പറഞ്ഞാൽ ഇംസാക്ക്, പിടിച്ചു നിൽക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ഉച്ചരിക്കുന്നതിനെ തൊട്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ ചെയ്യുന്നതിനെ തൊട്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത നിലപാടുകൾ എടുക്കുന്നതിനെ തൊട്ട് ഇംസാക്ക് ചെയ്യുക, പിടിച്ചു നിൽക്കുക, വ്രതമനുഷ്ഠിക്കുക എന്നുള്ളതാണ് സിയാമ് എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള ഒരു സിയാം ഉണ്ടാകുന്നതിനുള്ള സാങ്കേതികമായ ഒരു സിയാമിലാണ്, ഒരു സൗമിലാണ്, ഒരു വ്രതാനുഷ്ഠാനത്തിലാണ് ഇപ്പോൾ നമ്മൾ മുഴുകിയിട്ടുള്ളത്. അത് സ്വർഗ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെടുന്നതിന് അനുകൂലമായ തരത്തിൽ, ഫലപ്രദമായി അതിൻ്റെ ലക്ഷ്യം കാണുന്ന തരത്തിൽ അത് പൂർത്തീകരിക്കുന്നതിന്, നിർവഹിക്കുന്നതിന് നമ്മൾ വളരെ ത്യാഗപൂർണമായി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും സ്വർഗത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ത്യാഗത്തിൻ്റെയും ബുദ്ധിമുട്ടുകളുടെയും വഴിയാണ്. നരകത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് സുഖത്തിൻ്റെ, ആസ്വാദനങ്ങളുടെ, രസത്തിൻ്റെ വഴിയാണ്. അതുകൊണ്ടാണ് ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹി വഹുഫത്തിൻ നാറു ബിൽ മലദ്ദാത്തി എന്ന് പറഞ്ഞത്. അതായത് സ്വർഗം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്, പൊതിയപ്പെട്ടിരിക്കുന്നത് മക്കാരിഹു കൊണ്ടാണ്, ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. എന്നാൽ നരകം ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്, പൊതിയപ്പെട്ടിട്ടുള്ളത്, അതിനെ വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് രസങ്ങൾ കൊണ്ടാണ്, മലദ്ദാത്ത് കൊണ്ടാണ്, ആസ്വാദനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ രസം നൽകുന്ന, സുഖം നൽകുന്ന എന്ത് എവിടെ കണ്ടാലും അത് നരകത്തിലേക്ക് എത്തിക്കുന്നതാണോ എന്ന് നിരീക്ഷിക്കാനുള്ള ഒരു പക്വത, ഒരു തിരിച്ചറിവ്, ഒരു പാകത, ഒരു വിവേകം, ഒരു റുഷ്ദ് നമ്മിൽ വളർത്തിയെടുക്കാൻ ഈ റമദാൻ നമുക്ക് സഹായകമാകണം. അല്ലാഹുമ്മ അൽഹിംനി മറാശിദ ഉമൂരി, എൻ്റെ കാര്യങ്ങളിൽ വിവേകപൂർണമായതിനെ എനിക്ക് നീ തോന്നിപ്പിച്ചു തരണമേ എന്ന പ്രാർത്ഥനയോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു ത്യാഗപൂർണമായ ഒരു ശ്രമം കൂടി നമ്മിൽ നിന്നുണ്ടാകുമ്പോഴാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നത്. നമുക്ക് അനുകൂലമായി തുറക്കപ്പെടുന്ന ആ കവാടത്തിലൂടെ നമ്മൾ സ്വർഗത്തിലെത്തിച്ചേരുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.